ഇന്ന് ഹൈദരി സാറ് പറഞ്ഞ വിഷയം മനുഷ്യന്റെ ചിന്തകളെ സ്വാധീനിക്കുകയും ആ ചിന്തകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ, ബിഹേവിയറിനെ നിരീക്ഷണത്തിലൂടെ ഇല്ലാതാക്കി അതിനു വേണ്ടിയുള്ള മാർഗമാണ് സറണ്ടർ അഥവാ സമർപ്പണം എന്നതാണ് അതിൻ്റെ ഇന്നത്തെ ആ സെഷന്റെ ഒരു ആകത്തുക. ഇനി ഈ സറണ്ടറിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം? എല്ലാവർക്കും നമുക്ക് മനസ്സിലായി. ഇപ്പൊ കുറെ കാലമായി നമ്മളൊരു 6-7 മാസമായി സറണ്ടർ 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 എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷിക്കുക നിരീക്ഷിക്കുക എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സറണ്ടറിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം? ഈ സറണ്ടറിന്റെ താക്കോൽ എന്താണ് എന്നതിന്റെ രഹസ്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ വിശദമായി അതിനെക്കുറിച്ച് ഹൈദരലി സാർ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ ശരിക്കും അരക്കിട്ട് ഉറപ്പിച്ചു അത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ശക്തി അവന് ഒരിക്കലും മനസ്സിലാകുന്നില്ല. മനുഷ്യൻ ഒരു അണുബോംബിനേക്കാൾ പവർഫുൾ ആണ് എന്നാണ്. ശരിക്കും E=mc² എന്ന ആ മാസും പ്രകാശവേഗതയും ഒക്കെ വച്ചിട്ടുള്ള പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യന്റെ ഭയങ്കര ശക്തിയാണ്. അവന്റെ ചിന്തകളുടെ ശക്തി എല്ലാം ഭയങ്കരമാണ് എന്ന് പറയുമ്പോഴും മനുഷ്യൻ ഒരു ശക്തിയുമില്ലാത്തവനായി ഭൂമിയിൽ ജീവിക്കുകയാണ്, കഷ്ടപ്പാടും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട്. കാരണം മനുഷ്യൻ അവന്റെ ശരീരത്തിലും മനസ്സിലും മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടിപ്പോയാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതുണ്ട്, ഭയങ്കര മോട്ടിവേഷൻ, നിങ്ങൾ അങ്ങനെ അലൈൻ ചെയ്യണം, മനസ്സിനെ അലൈൻ ചെയ്യണം, സോളിനെ സ്പിരിറ്റിനെ അലൈൻ ചെയ്യണം, ബോഡിയെ അലൈൻ ചെയ്യണം. എന്നിട്ട് ഈ ഡപ്പാങ്കൂത്ത് മുഴുവൻ കളിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് സറണ്ടർ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ള താക്കോൽ നിങ്ങളെ സഹായിക്കുന്നത്. അതൊരു വലിയ കീ ആണത്. വലിയൊരു താക്കോലാണത്. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, മിറാക്കിൾസ് കാണിക്കുന്നതല്ല. അതൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായി അത് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു മനസ്സ് എന്ന് പറയുന്ന അതിശക്തമായ മനസ്സ്, അതായത് ഓർമ്മകളെ നിലനിർത്തുന്ന, ഭാവിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കെ എല്ലാ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിവുള്ള ഒരു മനസ്സും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനസ്സ് കൂടെ ഉണ്ടായിട്ടും മറ്റു ജീവികൾക്കില്ലാത്തൊരു സാധനമാണത്. അതുണ്ടായിട്ടും ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നേടിയ ഒരുപാട് മനുഷ്യന്മാർ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാണ് ലോകത്തെ എല്ലാ മനുഷ്യരുടെയും കുഴപ്പം, അല്ലേ? ഒരാൾ വലിയ കടക്കണിയിൽ വീണു, അല്ലെങ്കിൽ വലിയൊരു രോഗം വന്നു, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി വീട്ടില്, മക്കളുടെ ബുദ്ധിമുട്ടുണ്ടായി, ഈ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയും ഭയങ്കര പ്രശ്നമായി പോകുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി.
അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അതാണെങ്കിൽ ആ പ്രതിസന്ധി പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ ഈ സറണ്ടർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ. പക്ഷേ ഈ സറണ്ടർ എങ്ങനെ അച്ചീവ് ചെയ്യാം? അതൊരു വലിയ ചോദ്യമാണ്. എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെ ഈ ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി, സറണ്ടർ മനസ്സിലായി. ഈ സറണ്ടർ എങ്ങനെ അച്ചീവ് ചെയ്യാം? എങ്ങനെ പൂർണ്ണ സറണ്ടറിലിട്ട് പോകാൻ പറ്റും? ഓട്ടോമാറ്റിക്കായി സറണ്ടറിലേക്ക് പോവാനും ചിന്തകൾ ഇല്ലാതാക്കാനും നിരീക്ഷകനാകാനുമുള്ള രഹസ്യം എന്താണ്? എന്താണ് ആ രഹസ്യം? അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. എന്താണ് ആ രക്ഷിതാവ്? നേരെ തിരിച്ച് ചിന്തിക്കുക. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ രക്ഷിതാവ്? നിങ്ങളുടെ രക്ഷിതാവിന്റെ വികാരം എന്താണ്? ഒരേ ഒരു വികാരം മാത്രം. ഒരേ ഒരു വികാരം മാത്രം. ആ ഉറവിടത്തിന്റെ വികാരം എന്താണ്? നോ. ആ, ശ്രീജ ഇട്ടിട്ടുണ്ട് സ്നേഹം. സ്നേഹം. ഷാഹിനായിട്ട് രണ്ടുപേരിട്ട് ആദ്യം ഉറവിടം രക്ഷിത. ആ ആ ഒറ്റൊരു വികാരമുള്ളൂ, സ്നേഹം. എന്താണ് ദൈവീകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സിമ്പിളാണ്, സ്നേഹം. കാരണം ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചറിവിനെ മനസ്സിലാക്കുക. അതോടുകൂടി നിങ്ങൾ പൂർണ്ണ സറണ്ടറായി. ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ തിരിച്ചറിവിനെ മനസ്സിലാക്കുക. ഇതാണ് സറണ്ടറിന്റെ താക്കോൽ. അപ്പൊ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് താഴെ കിടന്ന്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ദൈവം ഇല്ല, ആരടാ ദൈവം, വാടാ ദൈവം, ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാടാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ വെച്ച് കെട്ടി പ്രസംഗിക്കുകയാണ്. ദൈവം എങ്ങനെയായിരിക്കും അതിനെ കാണുക? അയാൾ അപ്പൊ തന്നെ കരിച്ചു കളയോ? ഇല്ല. എങ്ങനെയാ കാണുക? കത്തിച്ചു കളയോ? ഉള്ളിൽ സ്നേഹത്തോടു കൂടി പാവം മനുഷ്യൻ, അവന് ഞാൻ ഫ്രീ വില്ല് നൽകിയിട്ടുണ്ട്. ഫ്രീ വില്ല് നൽകിയ ഒരാൾക്ക് മനസ്സിലാക്കാനുള്ള സമയം നൽകുന്ന സ്നേഹം. അവൻ പറഞ്ഞോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല, എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ. സ്നേഹം, സമയം നൽകുന്ന സ്നേഹം. അയാൾക്ക് മാറാനുള്ള പതിയെ പതിയെ ഈ ജന്മത്തിൽ മാറിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ മാറും. അത് ഭൂമിയിലാണെങ്കിലും ശരി, നരകത്തിൽ എവിടെയെങ്കിലും ജനിച്ച് അവൻ മനസ്സിലാക്കി 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 അവൻ പറയും ലാസ്റ്റ് അല്ലേ, പിടി വിട്ടിട്ട് പറയും അല്ലേ, നരകത്തിൽ കിടന്ന് പിടിവിട്ട് 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 പറയും ഞാൻ ദേ, അതായത് നരകാവസ്ഥയിൽ. ഉം. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിയുമ്പോ പറയൂലേ, അപ്പോഴും അവന്റെ കൈ കൊണ്ടാണ്, അല്ലാതെ ദൈവം കൊടുക്കുന്നതല്ല. അവന്റെ കൈകളാൽ പ്രവർത്തിക്കുന്നു, അവന്റെ മനസ്സിനാൽ പ്രവർത്തിക്കുന്നു, അവന്റെ ശരീരത്താൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത് അവിടെ. സമയം നൽകുന്ന സ്നേഹം. അപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരാൾ കുഴപ്പമുണ്ടാക്കുകയാണ്, ഈ കുഴപ്പം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നിങ്ങൾ എങ്ങനെ കാണും? എന്നെ വിമർശിക്കണ ഞാൻ കാണാറുണ്ട്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ രസാണത്. എന്നെ വിമർശിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞാനത്, നിങ്ങൾ ആ ഒരു മൂഡോട് കൂടിയിട്ടിരുന്ന് കണ്ടുവെക്കുക, എന്ത് രസമായിരിക്കും. കുഴപ്പമുണ്ടാക്കുന്ന ഒരാൾ കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കാണും നിങ്ങൾ? അവനൊരു ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രീ വില്ലിൽ അവന്റെ കുഴപ്പം കൊണ്ട്, അവൻ എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അവൻ അങ്ങനെ ആക്കുന്നു.
തിരിച്ചറിവ്. ഇനി വിശദീകരിച്ച് നിങ്ങൾക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആരെയാണ് എഫക്ട് ചെയ്യുന്നത്? സത്യത്തിൽ എന്ത് കുഴപ്പം വന്നാലും ആരെയാണ് എഫക്ട് ചെയ്യുക? എന്ത് പ്രശ്നം വന്നാലും ആരെയാണ് എഫക്ട് ചെയ്യുക? ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടായി, ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടായി, എന്ത് പ്രശ്നം ഉണ്ടായാലും ആരെയാണ് എഫക്ട് ചെയ്യുക? ദൈവത്തെയാണ് എഫക്ട് ചെയ്യുന്നത്. എല്ലാരും കുറ്റം ആരെ പറയും? ദൈവത്തെ പറയും. മനുഷ്യൻ പ്രവർത്തിച്ചതിന്റെ ഫലമായി വെള്ളം ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്ന് ഡാമുകൾ പണിത് ഭൂകമ്പം ഉണ്ടായി, അല്ലെങ്കിൽ പിന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായാലും ആരെ കുറ്റം പറയും? ഇത് മുഴുവൻ എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ദൈവത്തിനാണ്. പക്ഷെ ദൈവത്തിന് വല്ല പ്രശ്നമുണ്ടോ? ദൈവം അവിടെ പൂർണ്ണ സ്നേഹത്തിലാണ്, നിരീക്ഷകനാണ്. നിങ്ങൾ ഒരു ഡീപ്പായിട്ടൊന്ന് പോയാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ തിരിച്ചറിവ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുകളും നിങ്ങളോട് ആരെങ്കിലും ചെയ്ത തെറ്റുകളും ആ തെറ്റായി ചെയ്തതല്ല, അത് സംഭവിച്ചു പോയതാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ആ ഏറ്റവും താഴെ തട്ടിലുള്ള അവസ്ഥ, നഫ്സുൽ അമ്മാറ എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ കമാൻഡിങ് സോൾ എന്നൊക്കെ ഏറ്റവും മോശം അവസ്ഥ എന്ന് പറയൂലേ, ആ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള ഏക മാർഗം ഈ സ്നേഹത്തിലൂടെയുള്ള തിരിച്ചറിവാണ്. സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്നാണ് എല്ലാവരും പറയുക. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും പൊസസീവ്നെസ് ആണ് സ്നേഹമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പൊസസീവ്നെസ് അല്ല സ്നേഹം. പോസിറ്റീവും അല്ല സ്നേഹം. നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിരിച്ച് ഹായ് സന്തോഷത്തോടു കൂടി അതല്ല സ്നേഹം. പോസിറ്റീവ് നെഗറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ്. പൊസസീവായി നിൽക്കുന്നതുമല്ല സ്നേഹം. പോസസീവായി നിൽക്കുന്നതുമല്ല സ്നേഹം. ക്ഷമ എന്ന വികാരത്തോടെ ന്യൂട്രലിൽ നിൽക്കുന്നതാണ് സ്നേഹം. ക്ഷമ തിരിച്ചറിവിലൂടെ ക്ഷമയുണ്ടാക്കി ന്യൂട്രലായി നിൽക്കുന്നതാണ് സ്നേഹം. ആ തിരിച്ചറിവുണ്ടാകണം. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി അതിനെ വീക്ഷിക്കാനും, അയാളുടെ ഉള്ളിലുള്ള എന്തോ ഒരു വികാരം കൊണ്ട്, എന്തോ ഒരു പ്രശ്നം കൊണ്ട് അത് ഉണ്ടായിപ്പോയതാണ്, എന്നോട് അന്ന് അയാൾ അങ്ങനെ പെരുമാറിയത് അതുകൊണ്ടാണ്. ഒരാൾ നമ്മളെ എത്ര മോശമായി ആക്രമിച്ചാലും, വളരെ അബ്യൂസ് വരെ ചെയ്തിട്ടുണ്ടാവും, അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷെ നമ്മളും ചെയ്തിട്ടുണ്ടാകും. മനുഷ്യരെല്ലാം അങ്ങനെയാണ്. തെറ്റ് ചെയ്യാത്ത ഒരാൾ പോലുമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ആരും അത്ര ഇല്ല. അത് സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കുറ്റങ്ങളും എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന്റെ തലയിൽ കെട്ടിവെക്കും. നല്ലത് വരുമ്പോൾ ഭാഗ്യം എന്നല്ല, നല്ലത് വരുമ്പോഴും ചിലതൊക്കെ ഓ ദൈവം എനിക്ക് നല്ലത് തന്നു എന്ന് പറയും. അതേ നാവ് കൊണ്ട് തന്നെ ദോഷം വരുമ്പോ പറയും. കാരണം അവിടെ ഒരു നിരീക്ഷക ഭാവം ഉണ്ടാകുന്നില്ല. ഇത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകളിലും ഇതേ സെയിം അവസ്ഥയാണ് വന്നത്. സ്നേഹത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ക്ഷമയാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ആന്തരികമായ തലം ഉണ്ടാവും. നിങ്ങൾ ക്ഷമയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിലും വലിയ കാര്യമുണ്ട്. നാച്ചുറലായി വിരിഞ്ഞു വരുന്ന ഒരു സംഭവമുണ്ട്. ആ സ്നേഹത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് പൊസസീവ്നെസ് അല്ല, ക്ഷമയാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്? മനസ്സും ശരീരവും സുഖമാവണം, അല്ലെ? ശരീരത്തിൽ അസുഖങ്ങളുണ്ട്, മനസ്സിലും അസുഖങ്ങളുണ്ട്. ഇത് രണ്ട് സുഖമാണ്. ഇന്ന് ലോകം മുഴുവൻ എന്നാ കേട്ടോണ്ടിരിക്കുന്നത്? എവിടെ നോക്കിയാലും തെറാപ്പി, ഹീലിംഗ്, മോട്ടിവേഷൻ. ലോകം മുഴുവൻ ഇതാണ്. അല്ലേ?
എന്നാൽ ഈ സുഖപ്പെടലിന്, ആ ഹീലിങ്ങിന് ഈ ഒറ്റ മാർഗമുള്ളൂ. അത് യഥാർത്ഥ സ്നേഹമാണ്. അല്ലാതെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് 1000 പറഞ്ഞിട്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകുന്ന സ്നേഹമല്ല. തിരിച്ചറിവെന്ന സ്നേഹമാണ്. അതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സും ശരീരവും സുഖവും. അത് എല്ലാത്തിനോടുമുള്ള സ്നേഹം. എല്ലാത്തിനോടും, ബിൽഡിങ്ങിനോട് വരെ, ഒരു കെട്ടിടത്തോട് വരെ ഉണ്ടാകുന്ന സ്നേഹം. അതും പദാർത്ഥ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായി നിൽക്കുന്നതാണ്. അതിനോട് സ്നേഹമുണ്ട് നമുക്ക്. അതില്ലാതാകുന്നതാണ്, പക്ഷെ സ്നേഹമുണ്ട്. ജീവികളോടുള്ള സ്നേഹം, എല്ലാത്തിനോടുള്ള സ്നേഹം. ഹൈന്ദവ വിശ്വാസപ്രകാരം എല്ലാത്തിനെയും ആൾക്കാരിങ്ങനെ തൊട്ട് മൊത്തണൊരു ഇതുണ്ടല്ലേ, എല്ലാത്തിനെയും. മുസ്ലിങ്ങള് ഹജറുൽ അസ്വദിലും തൊട്ടുമുത്താണ്ട് ഒരു സ്നേഹം കൊണ്ടല്ലേ. നബി തൊട്ടു എന്ന സ്നേഹമാണല്ലേ അവിടെ പറഞ്ഞത്. ഉം. ഒരു സ്നേഹം, എല്ലാത്തിനോടുമുള്ള ഒരു സ്നേഹം. ചുമ്മാ തൊട്ടുമുത്തിയും കൊണ്ട് ഉണ്ടാവൂല കേട്ടോ അത്. ഉണ്ടാവില്ല. അത് ക്ഷമയോടെയാണ് ഉണ്ടാകുന്നത്. എല്ലാത്തിനോടുമുള്ള സ്നേഹം പഠിപ്പിച്ചാണത്. പക്ഷെ അത് ചിലർ ആരാധനാ കാര്യമൊക്കെ ആയിട്ട് പലരും മാറ്റി. മനസ്സും ശരീരവും സുഖപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ദൈവീകമായ സ്നേഹമാണ്. എല്ലാത്തിനോടുമുള്ള സ്നേഹം. അതുണ്ടാകാനുള്ള വഴി എന്താന്ന് വെച്ചാൽ ക്ഷമയാണ്. സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാതെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെയാണ് നിങ്ങൾ ഈ ക്ഷമയും സ്നേഹവും എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഉം. അതെ. നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, നമ്മൾ ആ രീതിയിൽ എല്ലാവരോടും പെരുമാറാൻ കൂടി നമ്മൾ അതെങ്ങനെയാണ്. ഇവിടെയാണ് മനസ്സിനും ശരീരത്തിനും മാത്രമുള്ള ചില പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്ഷമയും ഈ ഈ സറണ്ടറും എങ്ങനെ കണക്ട് ചെയ്യാം. വെറുതെ ഇരുന്ന് ഏൽപ്പിച്ചാൽ നടക്കും. അതെങ്ങനെയാണ്. ഇവിടെ മനസ്സിനും ശരീരത്തിനും മാത്രമുള്ള ചില പ്രത്യേകതയുണ്ട്. അതിന് സ്ഥലകാല ബോധമുണ്ട്, സമയബോധമുണ്ട്. അതിന് നാളെയുണ്ട്, ഇന്നുണ്ട്, ഇന്നലെയുണ്ട്. അത് നിങ്ങളുടെ ഒരു വിശ്വാസം മാത്രമാണ്. വെറുതെ ഇരുന്ന് ഏൽപ്പിച്ചാൽ നടക്കില്ല എന്നത് വിശ്വാസം മാത്രമാണ്. ഓട്ടോമാറ്റിക്കലി നടക്കും. ചില മിറാക്കിൾസ് അങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മുടെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പായി വന്നതാണ്. ഒരു പരസ്യവും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെ പറഞ്ഞ് ഉണ്ടായി വന്നതാണ്. ഒരത്ഭുതമല്ല അത്. ചുമ്മാ ഇരുന്നല്ലേ ഉള്ളൂ നമ്മള്. നമ്മൾ ഈ കാര്യങ്ങൾ പറയുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഇതൊരു മിറാക്കിളാണ്. അപ്പൊ മനസ്സിനും ശരീരത്തിനും മാത്രമേ ഇന്നലെകളും ഇന്നും നാളെയും ഉള്ളൂ. സ്ഥലം, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഞാൻ ബാംഗ്ലൂർ പോയി, ഞാൻ ദുബായി പോയി എന്ന് പറയുന്ന ആ സ്ഥല ബോധം, ഞാൻ അടുത്ത ആഴ്ച പോവും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച പോവും. എന്നാൽ സത്വബോധത്തിന് ഇതൊന്നും ഉണ്ടാവൂല. ഇതൊന്നുമില്ല. ഇതൊന്നുമില്ല. പൂർണ്ണമായും സറണ്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ചുമ്മാ ഇരുന്നാലും എല്ലാം കിട്ടും. അതിനൊക്കെ ഇവിടെ എത്രയോ തെളിവുകളുണ്ട്. ഉം. നിങ്ങളുടെ മുമ്പിൽ തന്നെ അതിന് തെളിവുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പണിക്കിറങ്ങിയത്. ഈ മനസ്സിന് സ്ഥലകാലബോധവും സമയബോധവും മനസ്സിനും ശരീരത്തിനും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കാത്തത്, അതായത് സൗഖ്യം ഉണ്ടാവാത്തത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനെയാണ് ബാധിക്കുന്നത്? മനസ്സിനെയാണ്, ശരീരത്തിനെയാണ്. കാരണം ഈ രണ്ടെണ്ണത്തിനാണ് സ്ഥലകാലബോധവും ഓർമ്മ ടൈമും ഉള്ളത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ, കുട്ടിയായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ, ഇത് കുട്ടിയായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ, അവനാവട്ടെ അവളാകട്ടെ, നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളാകാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ തേർഡ് പാർട്ടി സപ്പോർട്ട് തേടുന്നത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആശുപത്രി പോവോ, ഏതെങ്കിലും കൂടോത്രക്കാരൻ്റെ അടുത്ത് പോവോ, ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോവോ? 24 മണിക്കൂറും നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിലുള്ളത് മറ്റുള്ള ഈ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടെങ്കിലും വേറെ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോവില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതെന്തോ, അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് നടന്നതെന്തോ കാലബോധത്തിലും സമയബോധത്തിലും നിൽക്കുന്ന മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സപ്പോർട്ട് തേടൂല. അവിടെയാണ് നിങ്ങൾ എന്തോ ട്രോമ എന്നൊക്കെ പറയാം, ട്രോമാന്നോ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ ചെറിയ 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 സംഭവങ്ങളാവാം, ചെറിയ ചെറിയ മുറിവുകളാവാം, ചെറിയ ചെറിയ മുറിവുകൾ. സൈക്കോളജി പറയുന്നത് ഇത്തരം മുറിവുകൾ മനുഷ്യന്റെ എല്ലാ ഇമോഷനുകളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കും. നിങ്ങളുടെ എല്ലാ മൂഡിനെ ഇത് സ്വാധീനിക്കും. നിങ്ങൾ എത്ര തിരക്കിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സാധനം ഇടയ്ക്ക് കയറി വരും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് കൊളാവും. അന്നത്തെ ദിവസം കെട്ടിയോളോട് ദേഷ്യം, കെട്ടിയോനോട് ദേഷ്യം, മക്കളോട് ദേഷ്യം. ആരടാ മക്കളൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോടാ എന്നൊക്കെ പറയും. ഏ, മൊത്തം പ്രശ്നം. ചിലർക്ക് മാതാപിതാക്കളോട് വർഷങ്ങളോളം ദേഷ്യം, മരണം വരെ. ചിലർക്ക് സഹോദരന്മാരോട് ദേഷ്യം, ചിലർക്ക് കൂടെ പഠിച്ചവരോട് ദേഷ്യം. ഈ മനസ്സിനൊരു കുഴപ്പമുണ്ട്. ഇത് ഇന്നലെ നടന്നതുപോലെ തോന്നും. ഈ സംഭവം ഈ സംഭവം കൊണ്ടാണ് ട്രിഗർ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇന്നലെ നടന്നതുപോലെ ഈ സാധനം ഫീൽ ചെയ്യിച്ചു കളയും. ഇന്നലെ എത്ര തിരക്കിനിടയിലും ഈ ഈ ഈ വൃത്തികെട്ട ഈ മുറിവുകൾ തികട്ടി വന്ന് അത് അത് പറഞ്ഞുതരാം. തോക്കി കയറി വെടിവെക്കില്ലേ. ഇതിങ്ങനെ തിരക്ക് വന്ന്, അതായത് ഒരു ഓർമ്മ ആരോ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ ഇടുന്നത് പോലെ, അതായത് കൊണ്ടുപോയി വന്നിട്ട് ഇങ്ങനെ ഇടൂലേ, കൊണ്ടുപോയി വന്ന് ഇങ്ങനെ നിക്ഷേപിക്കൂലേ നമ്മുടെ ഉള്ളിലായിട്ട്, അങ്ങനെ ഫീൽ ചെയ്ത് കളി. അങ്ങനെ ഫീൽ ചെയ്ത് കളി. ആ മറന്ന കാര്യം ചെറിയ കാര്യമൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊന്നും ആയിരിക്കില്ല നിങ്ങളെ അലട്ടുന്ന സംഭവം. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ സംഭവിച്ച, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സാധനം മറന്നു കിടക്കുന്നുണ്ടാവും. അതായിരിക്കൂല ഓർമ്മ വന്നത്, ഈ പുതിയ സംഭവമായിരിക്കും ഓർമ്മ വന്നത്. പക്ഷേ ഇതിന്റെ ട്രിഗർ, അതായത് കാഞ്ചി എന്ന് പറയുന്നത് പണ്ടെപ്പോഴോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒരു കാര്യമാണ്. അതിനെ വേരോടെ പിഴുതെറിയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. നമ്മൾ കാണുന്നത് ഈ പുതിയതായിരിക്കും, പുതിയ സംഭവമായിരിക്കും. ഇന്ന് ആരെങ്കിലും നമ്മളെ ഒന്ന് ദേഷ്യപ്പെട്ട് കാണിച്ചായിരിക്കും, ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മുഖം കണ്ടായിരിക്കും. ഇഷ്ടമല്ലാത്ത മുഖം കാണുന്നത് എങ്ങനെയാണ്?
നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ, ഒരാളുടെ മുഖം കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു എൻ്റെ അടുത്ത്, പ്രസീതി എന്ന് എനിക്ക് തോന്നണേ, കുറേ നാളുകൾക്ക് മുമ്പാ, ഇഷ്ടമല്ലാത്ത ഒരാളെ കാണുമ്പോൾ, ചുമ്മാ ഒരു പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവ് വന്നു. എങ്ങനെയാണത്? അയാളുടെ ഉള്ള ഇഷ്ടക്കുറവല്ല അത്. നിങ്ങളെ എപ്പോഴോ ഹോണ്ട് ചെയ്ത, നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ ആരോ ഒരാൾ താടയ്ക്ക് തട്ടിയിട്ടുണ്ട്, അയാളുടെ മുഖത്തിന്റെ എന്തെങ്കിലും ഒരു ഛായ ഈ മനുഷ്യനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മറന്നു പോയിട്ടുണ്ടാവും. ഏത് ഈ താടയ്ക്ക് കെട്ടിയ സംഭവം മറന്നു പോയിട്ടുണ്ടാവും, ആ ആളെയും മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അതിന് സാമ്യമുള്ള ഏതെങ്കിലും ഒരു മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പഴയത് ഓർമ്മ വരൂല, ഇയാളോട് ദേഷ്യം ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളെ ചെറുപ്പത്തിൽ ഒരാൾ അബ്യൂസ് ചെയ്തു, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മോശമായിട്ട് പെരുമാറി, അന്ന് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയില്ലായിരുന്നു, നിങ്ങൾ പകച്ചു നിന്നു. അതായത് പീഡിപ്പിച്ചു എന്ന് പറയില്ലേ മലയാളത്തിൽ. ഇയാളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഫിഗർ, ഒരു മീശയായിരിക്കാം, അല്ലെങ്കിൽ താടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ണായിരിക്കാം, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, എങ്ങനെ, അതിന് സാമ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അതുണ്ടെങ്കിൽ ഈ ആളുടെ ഉള്ളിൽ, അങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാളോട് വരെ ദേഷ്യം തോന്നുന്നത്. നമ്മളായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു പരിചയമില്ല, നമ്മളെ വന്നിരുന്ന് ചീത്ത വിളിക്കാൻ ഒരാൾക്ക് തോന്നണ എങ്ങനെയാണ്? അയാൾ എന്തോ വലിയൊരു ട്രോമയിലാണുള്ളത്. അത് അയാൾക്ക് പോലും അറിയില്ല. ഇത് ഈ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന് മനസ്സ് നമുക്ക് മനസ്സിലാക്കി തരില്ല. ഇത് അന്ന് എനിക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാവില്ല. നേരെ ഇതായിട്ടാണ് സംഭവം. നേരെ തിരിച്ചും തോന്നിപ്പിക്കും. ഇനി ചെയ്തു പോയൊരു തെറ്റും അത് കാരണം കൊണ്ടുണ്ടാവാം. ചെയ്തു പോയൊരു തെറ്റ് ഹോണ്ട് ചെയ്തോണ്ടിരിക്കും. ചെയ്തു പോയ തെറ്റേ, ആ, അത് അത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ മനസ്സിൽ തെറി വിളിക്കാൻ തോന്നുന്നതൊക്കെ ഇത്തരം സ്വാധീനങ്ങൾ കൊണ്ടാണ്. ഇത് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ സാധനമല്ല. ഓക്കെ. ആ, ഇൻഹേൽ എക്സേൽ, കണ്ണടച്ചോ കണ്ണടച്ചോ, ഇൻഹേൽ എക്സേൽ, ഹോ ഹൂ, ശ്വാസം വലിച്ചുവിട്, ദീർഘമായി വലിച്ചുവിട്. ആ, ഇനി നിങ്ങളുടെ എല്ലാം പോട്ടെ, നിങ്ങൾ ചെറുതായിരുന്നപ്പോൾ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായതെല്ലാം പോട്ടെ എന്ന് പറഞ്ഞാൽ പോണ സാധനമല്ല അത്. എന്ന് പറഞ്ഞാൽ പോണ സാധനമല്ല ഇത്. അതൊരു ചെടി നട്ടു വച്ചിരിക്കുന്നതാണ്. ആ ചെടിയെ വേരോടെ പറിച്ചെറിയാതെ നടക്കൂല. നടക്കൂല. നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്താലും, നിങ്ങൾ എത്രയൊക്കെ മരുന്നുകൾ കഴിച്ചാലും, ഇറ്റ് വിൽ ഹോണ്ട് യു. നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എല്ലാ ധാർമ്മിക രോഷങ്ങളും ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. ചെറുപ്പത്തിലുണ്ടായ എന്തോ വികാരത്തിൽ നിന്നിട്ടാണ്. അത് തെറ്റാണല്ലോ, ഞാൻ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് രോഷം കൊള്ളുന്നത്. ഇതെല്ലാം അങ്ങനെ ഉണ്ടാകുന്നതാണ്. സമൂഹത്തോട് ദേഷ്യം, ഇവിടെ ഒന്നും ശരിയായി നടക്കുന്നില്ല, ഇവിടെ ഒന്നും ശരിയല്ല, സിസ്റ്റം ശരിയല്ല, ഭരണാധികാരികൾ ശരിയല്ല, മനുഷ്യര് ശരിയല്ല, അച്ഛനും അമ്മയും ശരിയല്ല, ചേഷ്ടൻ ശരിയല്ല, അനിയൻ ശരിയല്ല, അയൽക്കാർ ശരിയല്ല. എന്ത് മരുന്ന് കഴിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഒന്നും മാറൂല. അവരോടൊന്നും സോറി പറഞ്ഞാലും മാറൂല. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞാൽ പോണ സാധനമല്ല ഇത്. അങ്ങനെ തൂത്ത് കളയാൻ പറ്റിയൊരു സാധനം അല്ല ഇത്. ചെറിയൊരു ആശ്വാസം കിട്ടും. വീണ്ടും നമ്മുടെ ഉള്ളിലെ ആ മൃഗം പുറത്തേട്ട് വരുമ്പോ പ്രശ്നമാവും. സമർപ്പിച്ചാൽ സമർപ്പിച്ചാൽ സമർപ്പിച്ചാൽ, അതാണ് ഇന്നിപ്പോ ഹൈദരലി സാർ പറഞ്ഞു തന്നില്ലേ കൃത്യമായിട്ട്, എങ്ങനെയാണ് നിങ്ങൾ അത് വേട്ടയാടുന്നത്, എങ്ങനെയാണ് സറണ്ടർ ചെയ്യുന്നത്. ഈ സറണ്ടറിലേട്ടുള്ള സംഭവം, അവിടെയാണ് ഈ താക്കോൽ, ക്ഷമ എന്ന താക്കോൽ, ക്ഷമ, ക്ഷമ എന്ന താക്കോലിലൂടെ നമ്മൾ ഇതെങ്ങനെ കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ലോകത്ത് തെറ്റില്ല.
ഞാനിത് പറയുമ്പോൾ പലരും എന്നെ വിമർശിക്കുമെന്ന് എനിക്കറിയാം. ഈ ഒരു വഴിയേ മാർഗമുള്ളൂ നിനക്ക് രക്ഷപ്പെടാൻ. ലോകത്ത് തെറ്റ് എന്നൊരു സംഭവമില്ല. ഒരു തെറ്റ് ഒരാൾ ബോധപൂർവം ചെയ്യുന്നതല്ല. ആ തെറ്റ് സംഭവിക്കുന്നതാണ്. അത് നിങ്ങളോട് ചെയ്താണ് ശരി, നിങ്ങൾ ചെയ്താണ് ശരി എന്ന് മനസ്സിലാക്കി നിങ്ങൾ വിട്ടുകളഞ്ഞ് എന്ന് നിങ്ങൾ ദൈവീകമായ നിരീക്ഷണത്തിലേട്ടും സമർപ്പണത്തിലേട്ടും മാറുന്നുവോ, അങ്ങനെ മാത്രമേ ഈ നിരീക്ഷണവും സമർപ്പണവും നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര വലിയ ബ്രഹ്മചര്യം എടുത്തിട്ടും എത്ര വലിയ തലയെക്കെട്ട് കെട്ടിയിട്ടും ഒന്നും പറ്റില്ല. ഇതിന്റെ എല്ലാം അല്പസത്യങ്ങൾ എടുത്തിട്ടാണ് ഹോ ഓപ്പണോ ഓപ്പണോയും എല്ലാം, എല്ലാ മോട്ടീവ് എല്ലാം അല്പസത്യങ്ങളാണ്. അല്പസത്യങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമായ ശാശ്വതമായ, ഞാൻ അതിലൊന്നും കുറ്റം പറഞ്ഞതല്ല, അതിനകത്തൊക്കെ നന്മയുണ്ട്. എല്ലാത്തിലും നന്മയുണ്ട്. നിങ്ങൾ എന്ത് ടെക്നിക്, മൂവി ടെക്നിക്ക് ആണെങ്കിലും ഈ പറയുന്ന വിഷ്വലൈസേഷൻ ടെക്നിക്ക് ആണെങ്കിലും ഈ പറയുന്ന എന്ത് എന്ത് ടെക്നിക്ക് ആണെങ്കിലും അത് അവരെ കുറ്റം പറയാൻ പറ്റൂല. അവരെ നമ്മൾ അങ്ങനെ മോശം പറയരുത്. അവർ നല്ല ഉദ്ദേശിച്ചാണ് ചെയ്യണത്. നല്ല ഉദ്ദേശിച്ചാണ് ചെയ്യണത്. തെറ്റില്ല, തെറ്റ് സംഭവിച്ചു പോകുന്നതാണ്. സംഭവിച്ചു പോയതിന് നമ്മൾ നാച്ചുറലായിട്ട് പരിഹരിക്കണം, അല്ലേ? അതാണ് ശിക്ഷ. സംഭവിച്ചു പോയതിൽ നിന്ന് ഒന്നും അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും അത് മനസ്സിലാക്കി പിന്മാറണം. ഞാൻ ഇത് മനസ്സിലാക്കി, ഇനി ഈ ചക്രത്തിൽ ഞാനില്ല, ഈ കളിക്ക് ഞാനില്ലടാ, ഞാൻ പുതിയ കളിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് മാറിയ ശിക്ഷയില്ല. ഈ കളി ഞാൻ നിർത്തി, ഇത്രയും നാളും അനുഭവിച്ചു മതി, ഇനി സുല്ലിട്ടുടാവേ, ഇനി പണിക്കില്ല. ഞാനിത് ഇത് അനുഭവിച്ചാണ്, ഇത് അനുഭവിച്ചാണ്. അവരൊക്കെ ചെയ്തോട്ടെ, എല്ലാവരും ചെയ്തോട്ടെ. ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, ചിലരുടെ ഒക്കെ ഉള്ളിൽ നന്മയുണ്ടാവും. ആൾക്കാരെ നല്ലത് പഠിപ്പിക്കാനും ഉണ്ടാവും. നിങ്ങൾ പക്ഷേ, നിങ്ങൾ അഡ്വാൻസ്ഡ് ആൾക്കാരാണ്. നിങ്ങൾ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ LKG കുട്ടികൾ ചെയ്യണതൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ കണ്ടു നിന്ന് കാണണം. ആ ഹായ്, ഞാൻ പണ്ട് ചെയ്തതാണല്ലോ അത്, അവർ ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഏ താങ്ക് യു, പ്ലീസ് ഫോർ ഗീവ് മീ, ഐ ലവ് യു ഒക്കെ പറയുമ്പോൾ ഹായ് ഹായ്, ഓ ഓക്കെ, ഹായ്. ആ, ഞാനിത് മുമ്പ് കടന്നു പോകുന്നതാണല്ലോ. അങ്ങനെ കാണണം അതിനെ. അങ്ങനെ കാണണം. ഒരാള് ഒരു തെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുക, തെറ്റ് ചെയ്യൽ, തെറ്റ് സംഭവിക്കുകയും അതിൽ നിന്ന് മാറുകയും ചെയ്താൽ അവൻ ആ ആ ചക്രത്തിൽ നിന്ന് ഫ്രീ ആയി. പിന്നെ ആരോടും നമുക്ക് ദേഷ്യം ഉണ്ടാവില്ല. പിന്നെ അതാണ് ക്ഷമ. അതാണ് ക്ഷമ. ഈ ഓർമ്മ എപ്പോഴാണോ ഈ ഓർമ്മകളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ആ ക്ഷമയില്ലാതായി മാറുന്നത്, അപ്പോഴാണ് പക, ദേഷ്യം. ചിലർ വയലന്റ് ആകും, എല്ലാത്തിനോടും എതിർപ്പായിരിക്കും. ചില മക്കളൊക്കെ കാണിക്കുന്നുണ്ടോ നിങ്ങള്? എല്ലാത്തിനോടും. കാരണം അവർക്ക് ഈ ചെറുപ്പത്തിൽ അവരെ സപ്രസ് ചെയ്യിച്ച് 4 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ച് അത് ഈടാ ഇത് ഈടാ അത് ചെയ്യടി ഇത് ചെയ്യടി എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ദേഷ്യം കുട്ടികളുടെ ഉള്ളിലുണ്ടാവും. ചിലരത് ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ചിലരത് വികാരമായിട്ട് പ്രകടിപ്പിക്കും. ഈ ഓർമ്മകളൊക്കെ മനസ്സിൽ, കാരണം കംപ്ലീറ്റ് നിയന്ത്രണമല്ലേ. അതിന് ഫസ്റ്റ് മേടിക്കണം, ഇതിന് ഫസ്റ്റ് മേടിക്കണം, സ്കൂളിൽ ഫസ്റ്റ് മേടിക്കണം, അത് അവിടെ പോകണം, ഇവിടെ. ഒരു നാച്ചുറലായി ജീവിക്കേണ്ട ഒരു ജീവിയെ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന പോലെ ചട്ടം പഠിപ്പിക്കുവാണ്. അപ്പൊ പിന്നെ മതം പൊട്ടാതിരിക്കുവോ? എന്നിട്ട് അവിടെ ഇവിടെയും കുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? വല്ലായി പോവും. അത് സമയബോധം നിൽക്കുന്നതിനാലാണ്. ഇന്നലെയോ ഇതിന് തൊട്ടു മുമ്പോ നടന്നതുപോലെ മനുഷ്യന് ഫീൽ ചെയ്യും. മനുഷ്യൻ ഫീൽ ചെയ്യും. മനുഷ്യൻ ഫീൽ ചെയ്യും. അപ്പോൾ ഈ സമയമാണ് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷമ എങ്ങനെ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. ഈ സമയമാണ് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. സമയബോധം.
ഇന്നലെയോ ഇന്നോ തൊട്ടു മുമ്പോ നടന്ന എന്തോ ഒരു സംഭവം പോലെ അത് നമ്മളെ ഫീൽ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചില മക്കള് മാതാപിതാക്കളോടുള്ള പക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ദേഷ്യമാണ് മക്കൾക്ക്. ചില മക്കൾക്ക് മാതാപിതാക്കളോട് ഭയങ്കര ദേഷ്യമാണ്. അതായത് ഒരു ആനയ്ക്ക് പാപ്പാനോടുള്ള ചട്ടം പഠിപ്പിച്ച പാപ്പാനോടുള്ള ദേഷ്യം പോലെ. എത്ര കാലമായാലും അതിന് വയസ്സാവില്ല. കറക്റ്റ്. എത്ര കാലമായാലും അതിന് വയസ്സാവില്ല. അതിങ്ങനെ ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കും. ശരീരത്തിനൊക്കെ വയസ്സാവും, പക്ഷെ മറ്റേ സാധനത്തിന് വയസ്സാവൂല. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്, പലരും അനുഭവിച്ചിട്ടുണ്ടാകും, പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾക്ക് ഈ ഒരു രീതി, മുള്ളിനെ മുള്ളു കഴിഞ്ഞു പോയ സമയം ഒരിക്കലും അതേ രീതിയിൽ പ്രവർത്തിക്കൂല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഇനി തിരിച്ചു വരില്ല, ഉറപ്പാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ സെക്കൻഡ് തിരിച്ചു വരില്ല. ഞാൻ ആദ്യം പറഞ്ഞു കേട്ടില്ലേ, ഈ സെക്കൻഡ് തിരിച്ചു വരില്ല. രണ്ടാമത് പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോൾ ഈ സെക്കൻഡ് തിരിച്ചു വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ആദ്യം ഞാൻ പറഞ്ഞ കേട്ടില്ലേ, പിന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ, രണ്ടാമത് പറഞ്ഞു കേട്ടില്ലേ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞ കാര്യം വേറെ വേറെയാ. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, വോയിസ് മോഡുലേഷനിൽ മാറ്റമുണ്ട്. ഒരേ റിതം അല്ല, ഒരേ വൈബ്രേഷൻ അല്ല, ഒരേ ടൈം അല്ല. ഒരിക്കലും തിരിച്ചു വരില്ല, ഒരു സെക്കൻഡ് പോലും. ആ ഒരു സെക്കൻഡ് പോലും എന്ന് ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞാൽ രണ്ട് റിതമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഒരേപോലെ അച്ചടിച്ചു വച്ച പോലെ ചെയ്യാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു സെക്കൻഡ് പോലും തിരിച്ചു വരില്ല. ഈ തിരിച്ചറിവാണ് ഇതിന്റെ താക്കോൽ. സമയബോധത്തിൽ നിന്നും പുറത്തു കിടക്കുക. നമുക്ക് സമയമില്ല. നമ്മുടെ മുമ്പിൽ സമയം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ലോകത്ത് ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. പക്ഷെ എല്ലാവരും ആവശ്യപ്പെടുന്നത് പെർഫെക്ഷനാണ്. അതിനു വേണ്ടിയിട്ടാണ് സകല നിയന്ത്രണങ്ങളും. എൻ്റെ ഭാര്യ പെർഫെക്റ്റ് ആവണം, എൻ്റെ ഭർത്താവ് പെർഫെക്റ്റ് ആവണം, ഒരാളോട് മിണ്ടരുത്, ഒരാളുടെ നേരെ നോക്കരുത്. നടന്നു പോകുമ്പോൾ അറിയാതെ ഏതെങ്കിലും പെണ്ണിന്റെ നേരെയോ ആണിന്റെ നേരെയോ കെട്ടിയോളോ നോക്കി കഴിഞ്ഞ് ഞാൻ തീർന്നു ഒരാഴ്ചത്തേക്ക്. ചിലത് ഒരു മാസത്തേക്ക്. എല്ലാവർക്കും പെർഫെക്ഷനാണ് ആവശ്യം. ആരും പെർഫെക്റ്റ് അല്ല. എന്തുകൊണ്ടാണ് ബലം പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെറുപ്പത്തിൽ അനുഭവിച്ച ചില വിഷമങ്ങൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി എല്ലാം വിട്ടുകൊടുക്കുക. ഇതിന്റെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സുള്ള ആളുകൾ ഇത് മനസ്സിലാക്കില്ല. അവരിങ്ങനെ ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും ദുഷിച്ചത് പറഞ്ഞുകൊണ്ടും ഇരിക്കും. ഒരു നന്മ ചെയ്യുന്ന ഒരാളെ പോലും വെറുതെ വിടില്ല. ഇപ്പൊ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ മനസമാധാനം മാത്രമാണ് കൊടുക്കുന്നത്, അല്ലേ? മനസമാധാനം കൊടുക്കുന്ന നമ്മളെ ചീത്ത പറയുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും ഇവിടെ കൊടുക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും നമ്മളൊരു ഒരു ഒരു വലിയ ഒരു സംഘടന ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു ഒരു ഒരു മതമായിട്ട് നമ്മൾ ഇതൊന്നുമല്ല. നമ്മൾ ആകെ പറയുന്നത് സമാധാനം 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 എന്ന് മാത്രമാണ്. ഈ ഈ സമാധാനം പറയുന്ന നമ്മളെ കുറിച്ച് പോലും, അതായത് പീസ്, എന്തോരം കുറ്റം പറയുന്നുണ്ട്. അത് അവരുടെ അവസ്ഥയാണത്. അവർ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പ്രവർത്തിക്കണമെന്നാണ് സത്യം. മനസ്സിലാവണല്ലേ? അതായത് ഈ ഇരയാകുന്ന ആളുകള് ഇവര് ഒരിക്കലും അവര് ഇരകളാണ് ശരിക്കും. ആ ഇരകള് സത്യം എന്താണെന്ന് അറിയുന്നില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവരപ്പോഴും നല്ലതാണ്. മക്കളെ നല്ല അടിയടിക്കും. എന്നാ ഉദ്ദേശം മാതാപിതാക്കളുടെ? മക്കളെ നല്ല അടിയടിക്കും. ചോദിച്ചാൽ എന്ത് പറയും? അവൻ നന്നാവാനാണ്. മനസ്സിലാവണ്ടോ? ചില ക്രിമിനലുകൾ പ്രവർത്തിക്കുന്ന വരെ നല്ല ഉദ്ദേശത്തോടെയാണെന്ന്. അവനോട് ചോദിച്ചാൽ പറയും, ഞാൻ അവനെ മറ്റവന് സഹായം മേടിച്ചു കൊടുത്ത. ചില ഗുണ്ടകൾ പറയും, അവന് പാവപ്പെട്ടവനായിരുന്നു, അവന് കുറച്ച് പൈസ കൊണ്ടുവന്ന് എനിക്ക് തന്നു, അവന് ഒരു അനീതി ഉണ്ടായി, അനീതിയിൽ ഞാൻ നീതി നടപ്പിലാക്കിയതാന്ന് പറയും. 50 പേരെ കൊന്ന ഒരു 50 പേരെ കൊന്ന ഒരു സീരിയൽ കില്ലറെ ആ UK-ലാണോ അമേരിക്കയിലാണോ പിടിച്ചിട്ട് അയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, മനഃശാസ്ത്രജ്ഞന്മാർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ അവർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുക, ഈ ജീവിതത്തിൽ നിന്ന് മോശം കൊടുക്കുക ഇത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
അത് ദയനീയാവസ്ഥയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല അത്. ആക്രമിക്കുന്നവർക്കും കുറ്റം പറയുന്നവർക്കും ചീത്ത പറയുന്നവർക്കും അവർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ദൈവമേ, ഇവർ ഇവരോട് തന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് പുറത്തു കൊടുക്കണമേ. അതാ സ്നേഹം. അതിൽ സകലതും ഉണ്ട്. ദൈവമേ, ഇവർ ഇവരോട് ചെയ്യുന്നത്, അവരോടും മറ്റുള്ളവരോടും ചെയ്യുന്നത് എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതാണ് ക്ഷമ, അതാണ് സ്നേഹം. അതിലൂടെ മാത്രമേ സറണ്ടറിലിട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ വഴിയുള്ളൂ. അതാണ് യേശു വഴി മാത്രമേ, അല്ലെങ്കിൽ ഈസ വഴി മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഒരു സിംഗിൾ വേ ആണിത്. വേറെ വഴിയില്ല. തെറ്റ് സംഭവിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് സംഭവിക്കുന്നതാണ്. നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, പലരും പല തെറ്റുകളും പലതും ചെയ്തിട്ട് പറഞ്ഞ ഞാനത് നല്ല ഉദ്ദേശത്തോടെ ചെയ്താന്ന് പറയാ. ചിലർ പറയും സംഭവിച്ചു പോയി എന്ന് പറയും ചോദിച്ചു കഴിഞ്ഞാൽ. പറ്റിപ്പോയി, അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. ഈ രണ്ട് ന്യായീകരണമാണ് ഇതിന് വരിക. എന്നിട്ട് കാലാകാലം ഈ നല്ല ഉദ്ദേശത്തോടെയാണ് മാതാപിതാക്കളെ അടിക്കുന്നത്. എന്നിട്ട് കാലാകാലം മക്കള് ആ വെറുപ്പുമായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാം മറന്നേരെ മറന്നേരെ എന്നും പറഞ്ഞാൽ മറക്കാൻ പറ്റൂല. ഒരിക്കലും അത് മറക്കാൻ, വേരോടെ പിഴുതു കളയാൻ ഒരൊറ്റ മാർഗമുള്ളൂ: സ്നേഹം. ക്ഷമയിലൂന്നിയ സ്നേഹം. അതെങ്ങനെ ഉണ്ടാവും? തിരിച്ചറിവിലൂടെ ഉണ്ടാവും. തിരിച്ചറിവിലൂടെ ഉണ്ടാവും. ക്യാഷ് കടം വാങ്ങിയവൻ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുത്തവന്റെ കയ്യിലാണ് തെറ്റ്. ആ സാഹചര്യം ഉണ്ടാക്കിയത് കൊടുത്തവനാണ്, അല്ലേ? എന്നിട്ട് തരാത്തവനെ കുറ്റം പറഞ്ഞിട്ട് എന്നാ കാര്യം? ഞാൻ ഒരാൾക്ക് പണം കടം കൊടുത്തു. അതിന് വ്യക്തമായ സ്വർണമോ സ്ഥലമോ ഈടില്ല. അതായത് കാശ് തന്നില്ലെങ്കിൽ കൊണ്ടുപോയി സ്വർണം വിറ്റ് കാശെടുക്കാം, അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ട് കാശെടുക്കാം. ഈ രണ്ടും ഈടില്ലാതെ ഞാൻ കടം കൊടുത്തു. കൊടുത്ത എനിക്കാണോ തെറ്റ്, വാങ്ങിയവനാണോ തെറ്റ്? കൊടുത്ത എനിക്കാണ് തെറ്റ്. എന്നിട്ട് അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കാണ്, ഞാൻ പൈസ കൊടുത്തു അവൻ എനിക്ക് തന്നില്ല എന്ന്. എത്ര എണ്ണം ഉണ്ട്? സംഭവിച്ച തെറ്റിന്റെ കാരണക്കാരൻ തന്നെ മറ്റവനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്തിനാ കൊടുത്തത്? എന്ത് ബന്ധം ഉണ്ടെങ്കിലും ജ്യേഷ്ഠനിയാണേലും കൊടുക്കരുതല്ലോ. ഒരു ബന്ധവും ഇല്ലാത്തവൻ തന്നെ അപ്പൊ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം മറന്നേരെ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റൂല. ആകെയുള്ള ഒരു മാർഗം സ്നേഹം. ദൈവം എന്താണോ അത് നിങ്ങളായി മാറുക. ബ്രഹ്മം എന്താണോ അത് നിങ്ങളായി മാറുക. പരബ്രഹ്മം എന്താണോ ആ സൃഷ്ടാവിലേട്ട്, ആ രക്ഷിതാവിലേട്ട്, ആ സോഴ്സിലേട്ട് നിങ്ങൾ ലയിക്കുക. അത് മാത്രമേ നടക്കുള്ളൂ. തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നില്ല. മാതാപിതാക്കൾ നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവര് അടിച്ചത് ഒരു തിരിച്ചറിവായി മനസ്സിലാക്കണം. അത് സംഭവിച്ചതാണ്. അപ്പോ തെറ്റില്ലെങ്കിൽ നിങ്ങളുടെ സകല ധാരണകളും തെറ്റല്ലേ? തെറ്റില്ലെങ്കിൽ മനുഷ്യ, നിങ്ങളുടെ സകല ധാരണകളും തെറ്റല്ലേ? അപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ളത് സകലതും തെറ്റിദ്ധാരണകളല്ലേ? അല്ലേ? ലോകത്ത് ഒരാൾക്കും ഒരാളെ അടിക്കാനുള്ള പവറില്ല. ലോകത്ത് ഒരാൾക്കും ഒരു ചെറിയ കുട്ടിയെ പോലും അടിക്കാനുള്ള വകുപ്പില്ല. തല്ലാൻ ഒന്നിനും. ചുമ്മാ പറഞ്ഞാണ് അത് ചെയ്തില്ലെങ്കിൽ തല്ലണം, ഇത് ചെയ്തില്ലെങ്കിൽ തല്ലണം എന്ന്. ഒരിക്കലും അങ്ങനെ തല്ലണം എന്ന് പറയില്ല. തല്ലാൻ പാടില്ല. സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാകുക, അതിൽ നിന്നും പിന്മാറുക. പിന്മാറുമ്പോൾ ആ
ചെയ്യപ്പെട്ട ആൾക്ക് മനസ്സിലാവും ഇയാള് തിരുത്തിയിട്ടുണ്ട്. അല്ലാതെ കുറെ സോറി പറഞ്ഞുകൊണ്ട് മനസ്സിലാവൂല. കുറെ സോറി പറഞ്ഞുകൊണ്ട് മനസ്സിലാവില്ല. നിങ്ങൾ തിരുത്തപ്പെട്ടാൽ, നിങ്ങൾ തിരുത്തിയ, നിങ്ങളുടെ ഉള്ളിൽ മാറ്റം സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മനസ്സിലാവും എന്തോ ഒരു മാറ്റം എൻ്റെ മാതാപിതാക്കളിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരിൽ എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സഹോദരിയിൽ എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായ സൗഖ്യത്തിന് ഇത് മതി. പൂർണ്ണമായ സൗഖ്യത്തിന് ഇത് മതി. ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. തെറ്റുകളില്ല, തെറ്റ് സംഭവിക്കുന്നതാണ്. ആ തെറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ധാരണകളും, ഇതുവരെയുള്ള നിങ്ങളുടെ മുഴുവൻ ധാരണകളും തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി നടക്കുന്നതെല്ലാം തെറ്റിദ്ധാരണകളല്ലേ? ആ തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് സ്നേഹം. അതില്ലാതെ കണക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടൂല. രക്ഷിതാവിനോട് കണക്ഷൻ കിട്ടുമോ കിട്ടുമോ എന്നല്ല എല്ലാവരും ചോദിക്കണത്. കണക്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം സ്നേഹം ഉണ്ടാവും. ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് ആ ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. ഞാന് വലിയ ഗുരുവാണ്, വലിയൊരു ക്യൂ ഉള്ള ഹോട്ടലിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും പറ്റാറില്ല അത്. വലിയ ക്യൂ ഉള്ള സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മൾ വലിയ ഗുരുവാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വലിയ വഴികാട്ടിയാണെന്നൊന്നും പറഞ്ഞാൽ കാര്യമില്ല. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക, അവിടെ അസ്വസ്ഥനാവാതിരിക്കുക. എൻ്റെ എനിക്ക് ഇന്ന സ്ഥലത്ത് അവസരം കിട്ടിയില്ലല്ലോ, എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ തനിയെ ഫോർഗീവ്നെസ് ഉണ്ടാവും. ആരോടും ക്ഷമ പറയേണ്ടി വരില്ല. ഉള്ളു വിങ്ങും. ഉള്ളിൽ നിന്നും ആ അണകെട്ടി നിൽക്കുന്ന പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും സ്വാർത്ഥതയെല്ലാം പൊട്ടി ഒലിച്ചൊരു അണ പൊട്ടി ഒഴുകുന്ന പോലെ പുറത്തേട്ട് പോകും. അല്ലാതെ ഐ ആം സോറി, ഐ ആം സോറി, ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ട് 1000 പ്രാവശ്യം ഇരിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും അത് ഫീൽ ചെയ്യും. നഷ്ടപ്പെട്ടതൊന്നും ചിലപ്പോൾ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾ മാറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. ചിലര് ഈ തേച്ചു പോവുക എന്നൊക്കെ പറയും. അതായത്, അല്ലെങ്കിൽ ചില കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കും. അങ്ങനെ അവര് ഇട്ടിട്ട് പോകും. ചിലര് കുറച്ച് നാൾ യോജിച്ച് നിന്ന് ഇഷ്ടപ്പെട്ടൊക്കെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ എക്സ് എക്സ് എന്നാണ് പറഞ്ഞപ്പോ അതിന്, ഈ എക്സിനെ ഓർത്തിട്ടൊക്കെ ഭയങ്കര ആത്മഹത്യ ചെയ്യാൻ പോണു, കൈമുറിക്കും, ഇതൊക്കെ എന്തൊക്കെയാ ബഹളാണ്. അവിടെയും ഈ സംഭവം ഒന്നും മനസ്സ് തിരിച്ചറിവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യങ്ങളിൽ ഒരിടത്തും അവിടെ ക്ഷമ തനിയെ ഉണ്ടാവും. നിങ്ങളിത് മനസ്സിലാക്കിയാൽ, ഈ തെറ്റിദ്ധാരണ മനസ്സിലാക്കിയാൽ, തെറ്റ് സംഭവിക്കുന്നതാണ്, ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, മനസ്സിലാക്കിയാൽ ഉള്ളിൽ ക്ഷമ തനിയെ ഉണ്ടാവും. വലിയ ക്ഷമയുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവീകമായ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി തനിയെ ഉണ്ടാകും. സ്നേഹം തനിയെ ഉണ്ടാകും. അതാണ് ഓട്ടോമോഡ്. അതാണ് ഓട്ടോമോഡ്. എല്ലാ ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും അതിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, ഒരു നിമിഷം വീക്ഷിക്കുക, അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓട്ടോമോഡ്. അതിലേട്ടാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നത്. ഓട്ടോ മോഡിലേട്ട്. ഇങ്ങനെയൊരു മോഡുണ്ട്. മുമ്പ് പലരും ഇത് പരീക്ഷിച്ച് വിജയിച്ച് ഈ സമൂഹത്തിൽ നിന്നും കടന്നു പോയിട്ടുണ്ട്. ഒരു മനുഷ്യനെ ഓട്ടോ മോഡിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ ടെക്നോളജിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ഓട്ടോ മോഡ്
സുഖമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഈ നേച്ചറുമായി ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിലൂടെ തനിയെ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് ഉണ്ടാവും, തനിയെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, തനിയെ അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവും. ഓക്കെ.